Good morning to all. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് എവർ ഇമ്പാക്റ്റ് ഓർ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ഓർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ MNCs ഓൺ ദ ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞ ഭാഗമാണ്. എന്ന് വെച്ചാൽ എവർ ഇമ്പാക്റ്റ് ഓർ ഹാംഫുൾ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറയില്ലേ, അതാണ്. പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ഫോറിൻ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ വന്നതോട് കൂടിയിട്ട് ഈ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിച്ചത്, ഇന്ത്യൻ എക്കോണമിക്ക് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടായത് അതുമൂലം എന്ന പോയിൻറ്റ്സാണ് പറയുന്നത് ഇവിടെ. Foreign capital and MNCs provides opportunity as well as threats. This means the foreign capital and MNCs have positive as well as negative impact on the Indian economy. Let us examine the evil impact of foreign capital and MNCs on the Indian economy. എന്ന് വെച്ചാൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വിദേശ മൂലധനം, MNCകൾ എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. ഇവ രണ്ടും അവസരങ്ങളും അതുപോലെ ഭീഷണികളും നൽകുന്നുണ്ട്. അഡ്വാൻറ്റേജസും ഉണ്ട്, ഇതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ MNCകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഗുണപരമായും, അതന്നെ ഞാൻ പറഞ്ഞു, പ്രതികൂലമായും ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ തന്നെ ഇത് നമ്മൾക്ക് ഗുണമുണ്ട് അതുപോലെ ദോഷം ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്കിതിൽ മോശം സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുണ്ട്, മോശം സ്വഭാവം എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോറിൻ ക്യാപിറ്റലിൻ്റെയും അതുപോലെ MNCകൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെയും ഒക്കെ മോശം സ്വാധീനത്തെ നമുക്ക് പരിശോധിക്കുന്ന എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതാണ് ഇതിൽ ഇനി വരാൻ പോണ പോയിൻറ്റ്സ്. അതിൽ ഞാൻ 8 പോയിൻറ്റ്സാണ് എടുക്കണേ. ആ 8 പോയിൻറ്റ്സ് ഞാനിവിടെ പറഞ്ഞുതരാം. ഒന്നാമത്തെ പോയിൻ്റാണ് ഇൻക്രീസിങ് കോമ്പറ്റീഷൻ. എന്ന് വെച്ചാൽ FDI ആൻഡ് MNCs ഇൻക്രീസ് കോമ്പറ്റീഷൻ ഇൻ ഇന്ത്യ, നോട്ട് ഓൺലി ഇൻ ദ പ്രൊഡക്റ്റ് മാർക്കറ്റ് ബട്ട് ഓൾസോ ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്. സച്ച് ഇൻക്രീസ് ഇൻ കോമ്പറ്റീഷൻ മേ അഡ്വേഴ്സ്ലി എഫക്ട് ഡൊമസ്റ്റിക് കമ്പനീസ്. ഇൻക്രീസിങ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മത്സരം വർദ്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ MNC മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഇന്ത്യയിൽ തന്നെ മത്സരങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പറഞ്ഞാൽ ഉൽപ്പന്ന വിപണിയിൽ മാത്രമല്ല ഈ മത്സരങ്ങൾ വർദ്ധിപ്പിക്കുന്നത്, ഈ സാമ്പത്തിക വിപണിയിൽ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലും കൂടിയാണ് മത്സരം വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ ഇത്തരം മത്സരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ മത്സരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കൂട്ടുന്നതിലൂടെ ഡൊമസ്റ്റിക് കമ്പനീസ്, ആഭ്യന്തര കമ്പനികളെ അത് പ്രതികൂലമായി ബാധിച്ചേക്കാം. അതായത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ഡൊമസ്റ്റിക് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കമ്പനികളെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം, അതിന് ദോഷമായിട്ട് ബാധിച്ചേക്കാം എന്നാണ് പറയുന്നത് ഈ പോയിന്റിൽ. അടുത്ത പോയിൻ്റാണ് വെച്ചാൽ രണ്ടാമത്തെ പോയിൻ്റാണ് നാഷണൽ സോവറിറ്റി. MNCs with their superior economic power and presence in many countries, many monopolies the market of India. എന്ന് വെച്ചാൽ നാഷണൽ ഓഫ് സോവറിറ്റി എന്ന് പറഞ്ഞാൽ ദേശീയ പരമാധികാരം എന്ന് പറഞ്ഞാൽ MNCs മൾട്ടിനാഷണൽ കമ്പനികൾ സുപ്പീരിയർ എക്കണോമിക് പവർ പറഞ്ഞാൽ മികച്ച സാമ്പത്തിക ശക്തി എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ കുറേ ഇതുള്ളത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസുകാർക്ക് ഭയങ്കര ശക്തി ഇതൊക്കെ പിൻബലം ഉണ്ടാവില്ലേ, പിൻബലമുള്ള ഇതൊക്കെ ആണെങ്കിൽ നല്ല പവറൊക്കെ ഉള്ളതാണെങ്കിൽ കുറേ ഇപ്പോൾ രാജ്യങ്ങളിലൊക്കെ നല്ല ശക്തിയുള്ളവരാണെങ്കിൽ അവർക്ക് പിൻബലമുള്ളവരാണെങ്കിൽ അവർ ഇന്ത്യയുടെ വിപണിയെ മോണോപ്പൊളൈസ് ദ മാർക്കറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ
എന്താ ഇന്ത്യയുടെ വിപണിയെ കുത്തകയാക്കിയേക്കാം. എന്ന് പറഞ്ഞാൽ കുത്തക എന്ന് പറയുന്നത് ഇങ്ങനെ അവർ അധികാരമൊക്കെ ഏറ്റെടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിടന്ന് ഇറങ്ങുക എന്നൊക്കെ പറയില്ലേ, അതേപോലൊക്കെ അങ്ങനെ അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം, അങ്ങനെയൊക്കെ ആക്കിയേക്കാം. കാരണം അവർക്ക് ഭാവിയിൽ അങ്ങനെ ആക്കിയേക്കാം. കാരണം അവർക്ക് ഭയങ്കര ബാക്കിയുള്ള കൺട്രീസിൻ്റെ ഒക്കെ എന്തുണ്ടാവും, പിൻബലമൊക്കെ ഉണ്ടാവും. അവർ ഇങ്ങനെ ശക്തിയൊക്കെ ആർജിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. മൂന്നാമത്തെ പോയിൻ്റാണ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ഡൊമസ്റ്റിക് കമ്പനീസ്. ഇഫ് FDI and MNCs come into sectors in which domestic firms are themselves planning to invest, it may take away the investment opportunities that are available to domestic firms. അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ഡൊമസ്റ്റിക് കമ്പനീസ് എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആഭ്യന്തര കമ്പനികളെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ MNCകൾ മൾട്ടിനാഷണൽ കമ്പനീസ് എന്താ പറയുക, ആഭ്യന്തര സ്ഥാപനങ്ങൾ നിക്ഷേപം നടത്താൻ പദ്ധതിയിടുന്ന മേഖലകൾക്ക് ഇപ്പോൾ ആഭ്യന്തര സ്ഥാപനങ്ങൾ എന്താ ഒരു സ്ഥലത്ത് നിക്ഷേപം ഈ MNCകളും അതുപോലെ FDIകളൊക്കെ എന്താ പറയുക ദിശയിൽ ഇൻവെസ്റ്റ് ചെയ്യണോടത്ത് ഈ ആഭ്യന്തര സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കമ്പനീസ് നിക്ഷേപം നടത്താനായിട്ട് വിചാരിക്കുന്നു, അതുപോലെ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഈ MNCകളും അതുപോലെ FDIയും എന്താ പറയുക ഈ ആഭ്യന്തര സ്ഥാപനങ്ങൾക്ക് ലഭ്യമായ നിക്ഷേപാവസരങ്ങൾ എടുത്തു കളഞ്ഞേക്കാം. എന്ന് പറഞ്ഞാൽ അത് തട്ടിക്കളയാം. കാരണം അവരുടെ ഒപ്പത്തിനെത്താൻ ചിലപ്പോൾ എന്താ പറയുക ആഭ്യന്തര സ്ഥാപനങ്ങളെ എന്താ പറയുക എത്തിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ. ഇതിൽ നാലാമത്തെ പോയിൻ്റാണ് അൺഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ്. Larger inflows of foreign capital may lead to fluctuations in the foreign exchange rate. This may ultimately result in an unfavorable balance of trade. നാലാമത്തെ പോയിൻ്റ് അൺഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ വ്യാപാരത്തിൻ്റെ പ്രതികൂല ബാലൻസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഇൻഫ്ലോസ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ വിദേശ മൂലധനത്തിൻ്റെ വിദേശ ക്യാപിറ്റൽ ഫോറിൻ ക്യാപിറ്റലിൻ്റെ ഒഴുക്ക് വലിയ തോതിൽ വിദേശ നിരക്കിൻ്റെ ഏറ്റക്കുറച്ചിലുകളിലേക്ക് നയിച്ചേക്കാം. എന്ന് പറഞ്ഞാൽ ഫോറിൻ ക്യാപിറ്റലിൻ്റെ ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഒഴുക്കുകൾ അത് ഏറ്റക്കുറച്ചിലുകളിലേക്ക് നയിച്ചേക്കാം. വിദേശ നിരക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് ലീഡ് ടു ഫ്ലക്ച്വേഷൻ എന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിലേക്ക് നയിച്ചേക്കാം. അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ എ അൺഫോർമൽ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ആത്യന്തികമായി വ്യാപാരത്തിൻ്റെ പ്രതികൂല ബാലൻസിന് കാരണമാകാം. എന്നാൽ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകളിലേക്ക് നയിക്കുന്നത് മൂലം വ്യാപാരത്തിൻ്റെ പ്രതികൂലമായ ബാലൻസിന് കാരണമാകാം എന്നാണ് ഇതിൽ പറയുന്നത്, ഈ പോയിന്റിൽ പറയുന്നത്. അഞ്ചാമത്തെ പോയിൻ്റാണ് ഇനി നോ ലാർജർ എംപ്ലോയ്മെൻറ്റ്. MNCs ഷോസ് നോർമലി reluctance to train local people. Technology is normally capital intensive. This does not assure large employment. നോ ലാർജർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ MNCs മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്താ പറയുക സാധാരണ രീതിയിൽ ലോക്കൽ പീപ്പിൾസ് പ്രാദേശിക ജനങ്ങൾക്ക് ട്രെയിൻ ചെയ്യിക്കുന്നത് പൊതുവെ കുറവാണ്. എന്ന് പറഞ്ഞാൽ അവർ പിന്നോട്ട് നിൽക്കണം. അത് കാരണം ടെക്നോളജി വൈസിൽ എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെ ബേസിൽ നോർമലി സാധാരണയായിട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്, മൂലധന തീവ്രമാണ്. ഇതെന്ന് പറഞ്ഞത് വലിയ തൊഴിലൊന്നും ഉറപ്പ് നൽകുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് അഷ്യൂർ ലാർജർ എംപ്ലോയ്മെൻറ്റ്. ഇതാണ് ഈ പോയിന്റിൽ പറയുന്നത്. എന്താ പറയുക ഇവർ ഇത് ശരിക്കും
ട്രെയിൻ ചെയ്യാത്ത കാരണം അത് ഇവർക്ക് വലിയ തൊഴിൽ ഉറപ്പ് നൽകുന്നില്ല. അതാണ് ഈ പോയിന്റ് പറയുന്നത്. 6ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹാമ്പേഴ്സ് ദ കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ്. The foreign companies charge higher prices for the product because of their oligopolistic position in the market. Higher prices hamper the interest of the consumers. This leads to inflationary pressure also. ഇതെന്ന് പറഞ്ഞാൽ ശരി പോയിന്റാണ്. ഹാമ്പേഴ്സ് ദ കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് ഉപഭോക്താക്കളുടെ താല്പര്യത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വിപണിയിൽ ഒളിഗോപോളിസ്റ്റിക് സ്ഥാനമുള്ളതിനാൽ വിദേശ കമ്പനികൾ ഉൽപ്പന്നത്തിന് ഉയർന്ന വില ഈടാക്കുന്നു. എന്ന് വെച്ചാൽ കമ്പനികൾ ഉയർന്ന വില ഈടാക്കുന്നു. ഒളിഗോപോളിസ്റ്റിക് സ്ഥാനമുള്ളത് കൊണ്ട് ഉയർന്ന വില ഉപഭോക്താക്കളുടെ താല്പര്യത്തെ തടസ്സപ്പെടുത്തുന്നു. ഉയർന്ന വില ആകുമ്പോൾ അത് ഉപഭോക്താക്കളുടെ താല്പര്യത്തെ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ അത് വാങ്ങണമെന്ന് വിചാരിച്ചാൽ തന്നെ അത് നല്ല വിലയാണ്. അപ്പോൾ അത് വാങ്ങാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരാളുടെ അത്ര പൈസ ഇല്ല എന്ന് വെച്ചാൽ അത്രയും രൂപ കൊടുത്തിട്ട് അത് വാങ്ങണ്ടേ, അങ്ങനെയൊക്കെ വിചാരിക്കുക. അപ്പോൾ അത് ഉപഭോക്താക്കൾ ആ സാധനം വാങ്ങാനായിട്ട് തോന്നില്ല. ആ തോന്നലിനെ തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആ താല്പര്യത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത് പണപ്പെരുപ്പ സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു. ഇത്രയാണ് ഈ പോയിന്റിൽ പറയാനുള്ളൂ. ഞാൻ ഇതിലെടുക്കാൻ പോകുന്ന 7ാമത്തെ പോയിന്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഫിറ്റബിൾ ഏരിയാസ് ഓൺലി. പ്രൈവറ്റ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ദെയർ ഫണ്ട്സ് only in high profit areas rather than priority sectors. The main objectives of MNCs is profit maximization and not the development needs of India. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഫിറ്റബിൾ ഏരിയാസ് ഓൺലി. ലാഭകരമായ മേഖലകളിൽ മാത്രം നിക്ഷേപം നടത്തുക എന്ന് പറഞ്ഞാൽ സ്വകാര്യ വിദേശ നിക്ഷേപകർ അവരുടെ ഫണ്ടുകൾ മുൻഗണനാ മേഖലകളേക്കാൾ ഉയർന്ന ലാഭ മേഖലയിൽ മാത്രമാണ് നിക്ഷേപിക്കുന്നത്. MNCകളുടെ പ്രധാന ലക്ഷ്യം ലാഭം വർദ്ധിപ്പിക്കുകയാണ്, അല്ലാതെ ഇന്ത്യയുടെ വികസനത്തിൻ്റെ ആവശ്യങ്ങളല്ല. എന്ന് പറഞ്ഞാൽ MNCകൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ഉയർത്തുക എന്നതല്ല ഈ MNCകളുടെ ഒക്കെ ലക്ഷ്യം. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ലാഭം വർദ്ധിപ്പിക്കുക, അവരുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക. അത് അവരുടെ നാഷണൽക്കാണ് അത് കൂടുതൽ ഇതുണ്ടാവുക. നമ്മുടെ ഇന്ത്യക്ക് അത് ഇന്ത്യക്ക് വേണ്ടി നല്ലത് ചെയ്യുക എന്നുള്ള രീതിയിലല്ല അവർ ചെയ്യുന്നത്. അവരുടെ പ്രോഫിറ്റ് അവർ വർദ്ധിപ്പിക്കുക, അതാണ് ചെയ്യുന്നത്. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഞാൻ എടുക്കാൻ പോകുന്ന ലാസ്റ്റ് പോയിന്റാണ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി. Foreign investors usually bring outdated technology into our country. India government requested MNCs provide their technology to Indian companies even before the economic liberalization in 1991 through joint ventures. But MNCs in India carried out their business on their own rather than collaborating with the Indian business houses. Even if they transfer technologies to Indian firms, they would charge high fees and royalty. Some investors bring technologies that are not suitable to Indian conditions. ഔട്ട്ഡേറ്റഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ വിദേശ നിക്ഷേപകർ സാധാരണയായി കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നു. ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ മുന്നത്തെ സാങ്കേതിക വിദ്യകൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നു. വന്നിട്ട് കുറേ നാളെ അതിനുശേഷം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്. പഴക്കം ചെന്നത് അങ്ങനെയൊക്കെ പറയില്ല. അതൊക്കെ സംയുക്ത സംരംഭങ്ങളുടെ 1991 സാമ്പത്തിക ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ. ഉദാരവൽക്കരണത്തിന് മുമ്പ് തന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് അവരുടെ സാങ്കേതികവിദ്യ നൽകണമെന്ന് ഇന്ത്യൻ സർക്കാർ ആരോട് അഭ്യർത്ഥിച്ചു? MNC മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനോട് അഭ്യർത്ഥിച്ചു. വെച്ചാൽ സാമ്പത്തിക ഒരു സമയത്ത് എന്ന് വെച്ചാൽ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളാണ് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ
ഇന്ത്യൻ സർക്കാർ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനോട് അഭ്യർത്ഥിച്ചു. മുമ്പ് തന്നെ കാലഹരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് വെച്ചാൽ അവരുടെ സാങ്കേതികവിദ്യ നൽകണമെന്ന് ഇന്ത്യൻ സർക്കാർ MNCകളോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഇന്ത്യയിലെ MNCകൾ ഇന്ത്യൻ ബിസിനസ് സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നതിന് പകരം സ്വന്തമായി ബിസിനസ് നടത്തി. എന്നാൽ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലത്തെ ബിസിനസ്സുകാരോട് സഹകരിക്കുന്നതിന് പകരം അവർ ഇന്ത്യയിൽ വന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് നടത്തി തുടങ്ങി. അവർ ഇന്ത്യൻ സ്ഥാപനങ്ങളിലേക്ക് സാങ്കേതിക വിദ്യകൾ കൈമാറ്റം ചെയ്താലും ഉയർന്ന ഫീസും റോയൽറ്റിയും ഈടാക്കും. എന്നുവെച്ചാൽ ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി, ഓക്കെ. പക്ഷേ ഇന്ത്യയിലത്തെ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ സാങ്കേതിക വിദ്യകൾ കൈമാറ്റം ചെയ്യണമെങ്കിൽ തന്നെ അവർ നല്ല റേറ്റും ഫീസ് അതുപോലെ തന്നെ റോയൽറ്റിയും ഒക്കെ ഈടാക്കുകയാണ്. ചില നിക്ഷേപകർ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നു. അതും ഉയർന്ന വില ഈടാക്കുന്നു. അതും പോരാത്തതിന് വേറെ കുറേ നിക്ഷേപകർ അനുയോജ്യമല്ലാത്ത സാങ്കേതിക വിദ്യകളും കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ആവശ്യമില്ലാത്ത കുറേ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നു. ഇതാണ് ഈ പോയിന്റിൽ പറയുന്നത്, 8ാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ 8 പോയിൻറ്റ്സാണ് ഞാൻ എടുത്തത്. 8 പോയിൻറ്റ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എടുത്തത് വിൽ ഇമ്പാക്റ്റ് ഓർ ഹാംഫുൾ എഫക്റ്റ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ഓർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഓൺ ദ ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയിലത്തെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ വരുന്ന ദോഷങ്ങൾ, എന്തുകൊണ്ട് വരുന്ന ദോഷങ്ങൾ, FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ഫോറിൻ ക്യാപിറ്റൽ, അതുപോലെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ദോഷവശങ്ങളെ പറ്റിയിട്ടാണ് ദോഷവശങ്ങളിലെ 8 പോയിൻറ്റ്സാണ് ഞാനിന്നിവിടെ പറഞ്ഞത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.